ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പായസം ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പം വെറും പായസമല്ല, നമ്മുടെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള നവര അരി വെച്ചിട്ടുള്ള പായസം കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഈ അരീൻ്റെ പ്രത്യേകത തന്നെ കണ്ടോ, കളറിൽ വളരെ വ്യത്യാസമാണ് നമ്മുടെ നവര അരി. ഞാൻ വിചാരിച്ചു കഴുകുന്ന സമയത്ത് അതിൽ കുറേ ചുമന്ന കളർ ഇങ്ങനെ പോകുന്നൊക്കെ കേട്ടോ, പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഭയങ്കര വ്യത്യാസമാണ് നവരരി. ഇന്നത്തെ പായസം നവരരി കൊണ്ടുണ്ടാക്കാൻ കാരണം എന്താണെന്നറിയോ? ഈ നവരരിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ആയുർവേദ ചികിത്സകൾക്കൊക്കെ ഒരുപാട് നല്ലതാട്ടോ ഈ നവരരി. അതുപോലെ തന്നെ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും ഏറ്റവും നല്ലതാണ് ഈ നവരരി വെച്ചിട്ടുള്ള പായസവും കഞ്ഞിയൊക്കെ. ഗുണങ്ങൾ പറഞ്ഞ് പായസത്തിൻ്റെ കഥ പറയാൻ എൻ്റെ അടുത്ത് മറന്നുപോയിട്ടോ. അപ്പോൾ നമ്മൾ നവരരി നല്ല ക്ലീനാക്കി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ കുക്കറിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തു കേട്ടോ. ഒരുപാട് വിസിലടിച്ചാൽ മാത്രമേ നമുക്ക് പായസത്തിൻ്റെ ആ ഒരു വേവിൽ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു 3-4 വിസിലൊക്കെ അടുപ്പിച്ചു. അതിനുശേഷം ഓപ്പൺ ചെയ്തിട്ട് ശർക്കര ഇട്ടിട്ട് 2-3 വിസിൽ കൂടെ അടുപ്പിച്ചു കേട്ടോ. ശർക്കര ഇട്ട് അടിക്കുന്ന സമയത്തേ വെള്ളം അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. ആ 3-4 വിസിലിന് ശേഷം ഞാൻ അതിലോട്ട് കുറച്ച് തേങ്ങാപ്പാലും കുറച്ച് നെയ്യും കുറച്ച് ഏലക്കായും കൂടെ ചേർത്തിട്ടേ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി. അപ്പം നമ്മുടെ പായസം തിളയ്ക്കുന്ന തിളപ്പ് കണ്ടോ. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഈ പായസം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കാനും ഈ ഒരു അരി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ, സീ യു.